വസീഫ്, ഇന്നിപ്പോൾ മീനാക്ഷി ലേഖിയുടെ പ്രസംഗം താങ്കളും കണ്ടിരിക്കും. അതിനുശേഷം അവിടെ നടന്നത് എന്താണ് എന്നുള്ള ദീർഘമായ ദൃശ്യങ്ങളും താങ്കൾ കണ്ടിരിക്കും. അതിനെതിരെ പ്രതികരിക്കാൻ പോലും അത് അനുഭവിച്ച അധ്യാപികയ്ക്ക് പറയാൻ സാധ്യമല്ല എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് CPM ഈ വിഷയത്തെ കാണുന്നത്? ഇത് കോഴിക്കോട്ടാണ് നടക്കുന്നത്. ഇതിനു മുമ്പ് അവിടെ പല കാര്യങ്ങളും നടന്നതിന്റെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ആ അധ്യാപികയെ അറിയാൻ വേണ്ടി സാധിക്കുമോ? ആ അധ്യാപികയോട് സംസാരിച്ചിട്ടുള്ള ആളാണ് ശ്രീഹരി. ഇപ്പോൾ മീനാക്ഷിയിലേക്ക് പറഞ്ഞതിനെ പോലും വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയാണല്ലോ. അപ്പോൾ താങ്കൾക്ക് അതും പറയാം. ഞാൻ താങ്കളിലേക്ക് വരാം. വസീഫ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? മന്ത്രിയുടെ പ്രസംഗത്തെ താങ്കൾ എങ്ങനെ കാണും? സ്മൃതി, ഇവിടെ RSS നമ്മുടെ രാജ്യത്ത് വ്യാപകമായി ഒരു പ്രത്യേക സംവിധാനത്തിലൂടെ ഒരു ധ്രുവീകരണത്തിന് പരിശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം NITയിൽ സംഭവിച്ച സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് വൈകുന്നേരം നടന്ന ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് നിർബന്ധിച്ച് എന്തോ ഒരു ദേശസ്നേഹം ഉണ്ടാക്കുന്നവരായി. അതായത് ഇവർ കുറച്ച് ആളുകൾ ദേശസ്നേഹികൾ, ഇവർ കുറച്ച് രാമഭക്തർ, ഇവർ ഹൈന്ദവ വിശ്വാസികൾ, ബാക്കിയുള്ളവർ ഒന്നും ഇവിടെ വേണ്ടതില്ല, അതിനു വേണ്ടി പരിശ്രമിക്കാം, അതിനു വേണ്ടി എന്തും ചെയ്യാം എന്നുള്ളതാണ്. UGC ചെയർമാനാണ് മഹാരാഷ്ട്രയിൽ UGC നിർദ്ദേശം കൊടുത്തത്. നമുക്കറിയാം, ജഗദീഷ് കുമാർ കൊടുത്ത നിർദ്ദേശം. ABVPയുടെ സ്ഥാപക നേതാവിൻ്റെ 100ാം ജന്മവാർഷികം മറ്റും ആഘോഷിക്കണം പോലും മഹാരാഷ്ട്രയിലെ സർവകലാശാലകളിൽ. ഇന്ന് ഇവിടെ NITയിലെ ഒരു പ്രൊഫസർ പറയുന്നത് എന്താ? മഹാത്മാവിനെ കൊന്ന ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുകയാണ്. എങ്ങോട്ടാണ് ഇവർ ഇതിനെ കൊണ്ടുവന്നെത്തിക്കുന്നത്? ഞങ്ങൾ DYFI അതിനെതിരെ ഇന്ന് പരാതി കൊടുത്തു, ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചു. ശക്തമായ പ്രക്ഷോഭവുമായി DYFI മുന്നോട്ട് പോകും. ഈ ക്യാമ്പസിനകത്ത് തന്നെ ഇതേപോലെ ഇല്ലേ, ഇന്ത്യ രാമരാഷ്ട്രമല്ല എന്ന് പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച വിദ്യാർത്ഥിയെ പുറത്താക്കിയില്ലേ? ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കാണിക്കുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അധ്യാപിക എന്ന് പറയുന്ന ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല, ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ മറ്റു വശങ്ങൾ അറിയില്ല. നിങ്ങൾ പറയുന്നത് വിശ്വാസത്തിലെടുത്താൽ എത്ര ക്രൂരമാണ് സംഭവങ്ങൾ. എന്താണ് ഈ നാടിനകത്ത് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏത് ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയ ഇവർ ഭരണം നടത്തുന്നത്? അങ്ങനെ ഭരണഘടനക്കകത്ത് ഇങ്ങനെ ഭാരത് മാതാ കീ ജയ് വിളിച്ചില്ലെങ്കിൽ നിങ്ങളില്ല, നിങ്ങൾ ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല എന്നൊരു മന്ത്രിക്ക് പറയാൻ പാടുണ്ടോ? പുറത്താക്കാൻ പാടുണ്ടോ? എന്തൊരു ധിക്കാരമായിട്ട് ഇവർ പെരുമാറുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, പല മുദ്രാവാക്യങ്ങളും വിളിക്കാത്തവരെ തെരുവിൽ പിടിച്ച് കെട്ടിയിട്ട് അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാ. ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്നത് നമ്മൾ കണ്ടതാ. അങ്ങനെ ആളുകളെ, ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ വേട്ടയാടുന്നതും ക്രൂരമായി മർദ്ദിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ കോഴിക്കോട് വന്ന് ഈ പറയുന്ന മന്ത്രി എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ ഒരു ധിക്കാരപൂർവ്വം പെരുമാറുന്നത്? ഈ RSS BJP ഒക്കെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗത്തിൻ്റെ രാഷ്ട്രമുണ്ടായാൽ മതി. ഇവിടെ ഭീഷണിപ്പെടുത്തി അക്രമത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു വല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തി ന്യൂനപക്ഷ വിഭാഗത്തെ, ഞാൻ പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ എന്നുള്ളതല്ല, ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ആർജിച്ചെടുത്ത് മറ്റുള്ളവരെ അങ്ങ് ഇല്ലാതാക്കാം എന്നുള്ള ഒരു ധ്വനിയല്ല ഇവിടെ കാണിക്കുന്നത്. ഒരു ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കി അതിലൂടെ രാഷ്ട്രീയ അധികാരം നിലനിർത്താം എന്ന് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇവർ ഈ രാജ്യത്തെ വികസനത്തെക്കുറിച്ചോ രാജ്യത്തെ പ്രതിസന്ധികളെക്കുറിച്ചോ വിദ്യാർത്ഥികളുടെ പ്രയാസങ്ങളെക്കുറിച്ചോ ഒന്നുമല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. തൊഴിലില്ലായ്മയെക്കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇവിടെ കർഷകരുടെ പ്രതിസന്ധിയെക്കുറിച്ചല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും ഇവർക്ക് ചർച്ച ചെയ്യാനോ ഇതൊന്നും ഉയർത്തിപ്പിടിക്കാനോ ഇല്ല. ഇവർ വൈകാരികമായി ഇവിടെ എന്തോ ഒരു തലം സൃഷ്ടിച്ച് ഒരു ഭൂരിപക്ഷ പിന്തുണ ആർജിച്ചെടുക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. ഇതിനെതിരെയെല്ലാം വലിയ ജനാധിപത്യ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഈ NITക്കകത്ത് തന്നെ നമ്മൾ കണ്ടല്ലോ, വിദ്യാർത്ഥികൾ ഒന്നടങ്കം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയി. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ പറയുന്ന വൈശാഖ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതിനെതിരെ സമരത്തിനിറങ്ങി. അവസാനം ഈ അധികാരത്തിൻ്റെ ഹുങ്കും പിടിച്ച് ആ വലിയ ധിക്കാരവുമായി നടന്നിരുന്ന അധികാരികൾക്ക് തീരുമാനം പുനഃപരിശോധിക്കേണ്ടി വന്നില്ലേ? ഇത് കേരളമാണ്. ഇത് NIT കേരളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ ഇന്നും പത്രങ്ങളിൽ വരുന്ന വാർത്ത എന്താ? ഇപ്പോൾ ചില പത്രങ്ങൾ പങ്ക്തിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ രൂപമുണ്ടാക്കുന്നു, വികലമായ ഇന്ത്യയുടെ രൂപം, അതുപോലെ RSSൻ്റെ ആചാരങ്ങൾ, RSSൻ്റെ ചില പോഷക സംഘടനകൾക്കൊക്കെ രജിസ്ട്രേഷൻ കൊടുത്ത് അവരുടെ വിവിധ പരിപാടികളൊക്കെ NITക്കകത്ത് നടത്തുക. NITക്കകത്ത്
നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ട് എ റഹീം MP പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അവിടെ ഫാക്കൽറ്റികളിലേക്ക് നിയമനം കൊടുക്കുമ്പോൾ അതിൽ സംവരണം പാലിക്കുന്നുണ്ടോ എന്ന്. ഇല്ല എന്ന ഉത്തരം കിട്ടിയത്. അവിടെ 28 OBC, 16 SC, 6 ST ഫാക്കൽറ്റികൾ നിയമിക്കാത്തതായിട്ടുണ്ട്. ഇതൊന്നും ആരും കാണുന്നില്ല, ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. രാജ്യത്തെ ഉന്നത സ്ഥാപനങ്ങളിൽ മൈനോറിറ്റിക്ക് കിട്ടേണ്ട സംവരണങ്ങൾ ഈ ഫാക്കൽറ്റികളിലേക്ക് കൊടുക്കേണ്ടത് ഇതൊന്നും ഇവർ പാലിക്കുന്നില്ല. ഇവിടെയൊക്കെ പിൻവാതിലിലൂടെയും മറ്റും നിയമനം കൊടുത്ത ആരാണോ ഏറ്റവും വലിയ സംഖ്യ അല്ലെങ്കിൽ ഈ സംഘപരിവാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരെ കൊണ്ടുപോയി നിയമിക്കുക. JNUവിൽ നമ്മൾ കണ്ടതാ ശാന്തിശ്രീ പണ്ഡിറ്റിനെ കൊണ്ടുപോയി അവരോധിച്ചത്. ശരി, ആ JNUവിൽ തന്നെ എല്ലാ സംഘർഷങ്ങൾക്കും നേതൃത്വം കൊടുത്തിരുന്ന ജഗദേഷ് കുമാറിനെ കൊണ്ടുപോയിട്ടാണ് UGCയുടെ ചെയർമാനാക്കുന്നത്. ശരി, നമുക്ക് ഇങ്ങനെ എല്ലാം കൂടി പരത്തി പറയാൻ പറ്റില്ല. ഇന്ന് കോഴിക്കോടുണ്ടായ സംഭവങ്ങൾ, കോഴിക്കോട് കുറച്ച് ദിവസങ്ങളായി NIT നടക്കുന്ന കാര്യങ്ങൾ, അതിലേക്ക് ഒന്നുകൂടി ഊന്നണമെന്ന് ഞാൻ വസീഫിനോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്കളിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.